ഫേക്ക് മോട്ടോഴ്സിന്റെ മുതലാളി ആയിട്ട് പറയില്ല. ഇവിടുന്ന് എടുത്ത ഒരു വണ്ടിയും ഇതുവരെയായിട്ടും ആ ജംഗ്ഷൻ കണ്ടോ, അത് കടന്ന് പോയിട്ടില്ല. അതെന്താ പെട്രോൾ തീരുമായിരിക്കും ഇല്ലയോ? അല്ല, എഞ്ചിൻ കംപ്ലൈന്റോ അല്ലെ ആക്സിഡന്റ് അടിച്ചോ എന്തെങ്കിലും പണ്ടാരം അടങ്ങി അവിടെ കിടക്കും. അതാണ് നമ്മുടെ പാരമ്പര്യം, മനസ്സിലായോ? എന്താ പറഞ്ഞേ? ഡോക്ടർ യൂസിന് വേണ്ടിയാണല്ലേ? സ്റ്റിക്കർ മാത്രമേ ഉള്ളൂ. ഈ വണ്ടിയും ഡോക്ടറുമായിട്ട് യാതൊരു ബന്ധമില്ല. ആ സ്റ്റിക്കർ നിന്നെയൊക്കെ പറ്റിക്കാൻ വേണ്ടി ഒട്ടിച്ച് വെച്ചേക്കുന്ന. മനസ്സിലായോ? എങ്ങാണ് ഈ വണ്ടി എവിടെങ്കിലും പേടിച്ച് ആരെങ്കിലും തട്ടിപ്പോയി ആ വണ്ടിയിൽ ചിലപ്പം ആശുപത്രി കൊണ്ടേ കാണും. അങ്ങ് ഒരു ബന്ധം വരാനുള്ള ചാൻസേ ഉള്ളൂ. അല്ലാതെ ഈ വണ്ടിയും ഡോക്ടറും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മനസ്സിലായോ? അല്ല, ആക്സിഡന്റ് ഹിസ്റ്ററി വല്ലതും ഉണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ ആഴ്ച ആ പാലത്തിൽ നിന്ന് തലകുത്തിനായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു വണ്ടി. ടോട്ടൽ ലോസ് ആയ വണ്ടിക്ക് എന്തോന്ന് ആക്സിഡന്റ് ഹിസ്റ്ററി. കിലോമീറ്റർ 20,000 ഓടിയിട്ടുള്ളേ, അത് മതി. 20,000? എടാ, നീയൊക്കെ വരുന്നെന്ന് പറഞ്ഞോണ്ട് രാവിലെ ഞാൻ കൈകൊണ്ട് തന്നെ തിരിച്ചിട്ട് 2,20,000 ആക്കിയിട്ടതാ. പിന്നെ രാവിലെ കോട കാണണം. കോട കാണണമെന്നുണ്ടെങ്കിൽ രാവിലെ വന്നാൽ മതി. ഞാൻ ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ആവും. ബാക്കിൽ നിന്ന് പോകാൻ കഴിഞ്ഞ കറക്റ്റ് കോടയാ. ചേട്ടാ, 8 രൂപയ്ക്ക് മുറുകെ വരൂ. 8 രൂപയ്ക്ക് പൊണ്ണയാണോ? എടാ, ഈ പാട്ട വണ്ടി ആരെങ്കിലും 8 രൂപയ്ക്ക് മേടിക്കോളാ? എടാ, 2 രൂപയ്ക്ക് പോലും മുറിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഫ്രീ ആയിട്ട് കൊടുത്താൽ പോലും നിനക്ക് നഷ്ടമായിരിക്കും. അപ്പോൾ 8 രൂപയ്ക്ക് മുറിക്കാൻ മണ്ട. ഈ പാട്ട വണ്ടി നിങ്ങളെല്ലാരെങ്കിലും വണ്ടി തുളിക്കണം തെണ്ടി. രജിസ്ട്രേഷൻ ഉള്ളവരെ ഇങ്ങോട്ടേക്ക് പോന്നട്ടെ. സാറേ, വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് സാറേ, ആ വണ്ടി കണ്ടോ? 2 ഫോഗ് ലാമ്പിന്റെ 2 സൈലൻസർ കുത്തിക്കേറ്റിയ വണ്ടി സൂപ്പർ ആയേന്. അടിപൊളി കുത്തിക്കേറ്റുന്നുണ്ട്. വണ്ടിക്കകത്താളുണ്ടോ സാറേ? ഒന്നോണാക്കാൻ പറ. എക്സ്ട്രോസിന്റെ സൗണ്ട്. എന്തൊരു മൃദുലമായ, എന്തൊരു സൗമ്യമായ സൗണ്ടാ. പിന്നൊരു കാര്യം, അങ്ങോട്ട് പോകുമ്പോഴേ ഒരു ഹാർട്ടിന്റെ ഹോസ്പിറ്റലുണ്ട്. അവിടെ വണ്ടി നിർത്തിയിട്ട് ഒരു 7-8 ട്രിപ്പ് അടിച്ചിട്ടേ പോവാവൂ. മറക്കല്ലേ? സാറേ, രജിസ്ട്രേഷൻ. ഓ, അത് വണ്ടി കണ്ടപ്പോഴേ ചെയ്ത് കഴിഞ്ഞു. എവിടെ? എന്റെ ഹൃദയത്തിൽ. എന്റെ ഇവിടെ. അല്ല, അതെന്തുവാ? ഗ്ലാസ് ബ്ലാക്ക് പെയിന്റ് അടിച്ചോ? അയ്യോ സാറേ, വിസിബിലിറ്റി പൂജ. ഇച്ചിരി കരിയോയിലൂടെ മാരി അടിച്ചുകൂടായിരുന്നോ? -15 വല്ല ആക്കി കൂടായിരുന്നോ? ഈ ടയർ രണ്ടും മാറ്റിട്ടേ JCBയുടെ ടയർ ഇട്ടാലെന്നൊരു ആലോചന ഉണ്ട്. ഓ, സൂപ്പറാ. നല്ലായിരിക്കും. അതാ ട്രാക്ടറിന്റെ ആക്കിയാൽ അതിനെക്കാട്ടി പൊളിയാ. റോഡറിന്റെ കേട്ടോ ആണ്. അതാവുമ്പോ എഞ്ചിൻ നന്നായിട്ട് വലിക്കും. മോനൂടെ കൂടിയിരുന്ന്. അതാ എനിക്കിഷ്ടം. കീബോർഡിന് വേദനിച്ച് കാണുമോ? ഏലോടൊന്ന് ഞെക്കിയാ മതി. അയ്യോ, മോനിരിക്കേ. മോനങ്ങോട്ടിരിക്കേ. ഇരിക്കണ മോനെ. ചായ എടുക്കട്ടെ? വേണ്ട. ഒരു ചായ കുടി. വേണ്ട. എന്റെ ഒരു മനസ്സമാനത്തിന് കുടിക്കണ മോനെ. ഞാനോട് അങ്ങോട്ട് ഇരിക്കട്ടെ. മോനെ, എന്തിനായിരുന്നു വന്നേ? കേട്ടില്ല. എന്തിനായിരുന്നു വന്നേന്ന്? അത് കരമടക്കുന്ന രസീതിന് വേണ്ടി വന്നു. ഇതെന്ത് ഇത്രയും പേപ്പറൊക്കെ? ഇത് വീടിന്റെ മുന്നാധാരം, പിന്നാധാരം, കീഴാധാരം എല്ലാം ഉണ്ട് കരമടക്കുന്നതിന്. അയ്യോ, ഇതൊന്നും വേണ്ട. വേണ്ട, ഇതൊന്നും വേണ്ട. ഇനി വന്നാ പോരായിരുന്നോ? അപേക്ഷ എഴുതിയിട്ടുണ്ടോ? അപേക്ഷ ഇല്ല. അയ്യോ, അപേക്ഷ എഴുതി തരണ്ട. ഞാൻ ഇവിടെ ഇല്ലേ, ഞാൻ എഴുതി തരാം. ലോണിനാണോ? കരടച്ചതോ? ആണോ? ബാങ്ക് ഞാൻ വരണോ? വേണ്ട, ഒറ്റയ്ക്ക് വെക്കോളാം. മാനേജടുത്ത് പറഞ്ഞ് ഞാൻ സെറ്റാക്കി തരാം. വേണ്ട, ഞാൻ പറയാമെന്ന്. വേണ്ട. വേണ്ടേ? ഉച്ചക്ക് എനിക്ക് പോയിട്ട് കുഞ്ഞിന് ചോറ് കൊടുക്കണം. ഞാൻ വരണോ? ഞാൻ മാറി കൊടുക്കാം. വേണ്ട, ഞാൻ നല്ലപോലെ മാറി കൊടുക്കും. വേണ്ട. വേണ്ടേ? ചേച്ചി, ബഹളം വെക്കാതെ ചേച്ചി. സമാധാനമായിട്ട് സംസാരിക്ക്. ഇവിടെ എത്ര പേരിരിക്കുന്നയാ. സമാധാനമായിട്ട് സംസാരിക്കുക കേട്ടോ. മോനെ, ഞാൻ റെഡിയാക്കി തരാം കേട്ടോ. പഴയ കരമടച്ച രസീത് കൊണ്ടുവന്നില്ല. കുഴപ്പമില്ല, വീട് പറഞ്ഞു തന്നാൽ മതി. ഞാൻ പോയി എടുത്തോണ്ട് തരാം. അയ്യോ, അതിന്റെ വാട്സപ്പിലൂടെ ഇപ്പൊ ഇട്ടുതരാം. ഇട്ടിട്ടുണ്ട്. മോനെ, എല്ലാം റെഡി ആയിട്ടുണ്ടേ. ഞാൻ വാങ്ങാൻ വേണ്ടി വരാം. വേണ്ട, ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം. വീട്ടിലോട്ട്.
മോന്റെ വീട്ടിലോട്ട് ഞാൻ അങ്ങോട്ട് തരാം. പൊക്കോ. മോൻ എന്തെങ്കിലും സർവീസിന്റെ ആവശ്യമായിട്ട് വരുവാണെങ്കിലേ ഞാൻ അങ്ങോട്ട് വരാം. മോൻ ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് വന്നോളാം. ഞാൻ ഈ കമ്പ്യൂട്ടറായിട്ട് അങ്ങോട്ട് വന്നോളാം മോനെ. മോനെ അമ്മയെ പോലെ കരുതിയാൽ മതി എന്നെ കേട്ടോ. പൊക്കോ പൊക്കോടാ. ടിക്കറ്റ് എടുത്തായിരുന്നോ? മക്കൾ ടിക്കറ്റ് എടുത്തായിരുന്നോ? എടുത്തായിരുന്നു. പിന്നെന്താ നിൽക്കുന്ന ഇരുന്നുകൂടായോ? ഫുൾ ടിക്കറ്റ്. ഏത് ഫുൾ ടിക്കറ്റ്? അങ്ങോട്ട് കേറി ഇരിക്കാൻ നോക്ക്. ഇവിടെ അമ്മാവനെ എണ്ണിപ്പിച്ചു. കേറി ഇരുന്നു അങ്ങോട്ട്. കുഴപ്പമൊന്നുമില്ല. അയ്യോടെ ആള് കയറിയിരുന്നല്ലോ. ഇവിടെ ഫുട്ബോൾ കളിക്കാൻ സ്ഥലമൊന്നും ഇല്ലല്ലോ. നിങ്ങൾ വിചലിപ്പിച്ചൊക്കെ നിൽക്കും അങ്ങോട്ട്. ബാഗ് ഒന്നും ഒരു ആരൊക്കെ കൊടുക്കേണ്ട ആവശ്യമില്ല. കൈ വെച്ചോ. കുഴപ്പമൊന്നുമില്ല. ഡ്രൈവറെ, ഗവൺമെന്റ് സ്കൂളാണ് വരുന്നത്. ദൂരെ മാറ്റി ഒന്നും നിർത്തരുത്. അവർ എവിടെ കൈ കാണിക്കുന്നു അവിടെ വേണം നിർത്താൻ. മനസ്സിലായോ? മക്കളെ പാട്ട് കൂട്ടിയിട്ടെ. ഏത് പാട്ട് വേണം? ലജ്ജാവതി ഇടുക. ലജ്ജാവതിയെ. ഡ്രൈവറെ, ഒരാൾ കൈ കാണിച്ച് നിർത്തിയില്ല. അത് ബസ് സ്റ്റോപ്പ് അല്ലായിരുന്നു. എന്തുവാ റിവേഴ്സ് എടുക്ക്. അവരെ കഴിഞ്ഞിട്ട് പോയാൽ മതി. മതിയോ? റിവേഴ്സ്. ചേട്ടാ 13 അല്ലായിരുന്നോ? ബാക്കി 2 രൂപ. KSRTC ബസ്സില്ലേ? കയറ്റിവിട്. അവരും ജീവിക്കാൻ വേണ്ടിയില്ലേ? നിങ്ങൾ കയറ്റിവിടാൻ നോക്ക്. കയറി പോട്ടെന്ന്. ഹലോ, എന്നെ അറിയോ? മനസ്സിലായോ? കഴിഞ്ഞ ദിവസം ഇലക്ഷൻ ജയിച്ചല്ലേ? ഞാനേ ഇലക്ഷൻ സമയത്ത് കുറച്ച് വാഗ്ദാനങ്ങളൊക്കെ തന്നായിരുന്നു. അപ്പൊ അത് നിറവേറ്റാൻ വേണ്ടി വന്നതാ. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. ഈ വാഗ്ദാനങ്ങളൊക്കെ എങ്ങനെ നിറവേറ്റണം എന്നുള്ള ചർച്ചയിലായിരുന്നു. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടില് ഒരു സ്കൂള്, 2 ബസ് സ്റ്റാൻഡ്, ഒരു ആശുപത്രി, ഇത്ര ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. എന്റെ പേരൊന്നും വെക്കല്ലേ, ജനങ്ങളുടെ പൈസ കൊണ്ട് ഉണ്ടാക്കിയതാ. ജനങ്ങളെന്ന് മാത്രം എഴുതിയാൽ മതി. ഈ ബസ് സ്റ്റോപ്പിന് 40 ലക്ഷം രൂപയായോ? അയ്യോ, 40 ആയില്ല. 10,000 മാറ്റി എഴുത്. 10,000 ആയുള്ളൂ. 10,000. നമസ്കാരം. ഈ റോഡ് ടാർ ചെയ്യുന്നത് നിങ്ങളാണോ? ആണല്ലോ. ഞങ്ങൾ വാട്ടർ അതോറിറ്റിന്ന് വന്നതായിരുന്നേ. അപ്പം എന്നാ ഇത് ടാർ ചെയ്യുന്നത്? നാളെ തുടങ്ങുക. ഇത് നാളെ തുടങ്ങുവാന്നോ? ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നായിരുന്നു. ഞങ്ങൾ ആദ്യം പൈപ്പിടാം, ഇല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് കുത്തിക്കീറേണ്ടി വരത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ പൈപ്പ് ഇട്ടതിന് ശേഷം മാത്രം ഞങ്ങൾ ടാറുണ്ടാവും കേട്ടോ. അത് പറയാൻ വേണ്ടി വന്നേ. അപ്പൊ അത് കിട്ടാ മതി കേട്ടോ. ശരി. ഞാനൊരു കാര്യം പറയാലോ. ഞങ്ങൾ 5 കൊല്ലം ഭരിച്ചു. നിങ്ങൾ 5 കൊല്ലം ഭരിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ 5 കൊല്ലം ഭരിക്കും. നിങ്ങളുടെ ഭരണം വളരെ അടിപൊളിയായിരുന്നു. നിങ്ങൾ തന്നെ ഭരിച്ചാൽ മതി. അതെ, ഞങ്ങൾ മാത്രം ഭരിച്ചാൽ എങ്ങനെ? നിങ്ങളിവിടെ ഒക്കെ ഭരണത്തിൽ വരണ്ടായോ? സാരമില്ല, നിങ്ങളുടെ ഭരണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെ. അത് ഞങ്ങൾക്ക് ശരിയാവത്തില്ല. നിങ്ങളുടെ പെൻഷന്റെ സ്കീമേ നൈസ് ആയിരുന്നേ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അതിന് 100 ഫ്ലെക്സ് ആ റോഡിൽ വെച്ചത്. പാർലമെന്റിലെ നിങ്ങളെ ഞങ്ങൾ അഭിനന്ദിച്ച് സംസാരിച്ചായിരുന്നു, അറിഞ്ഞായിരുന്നോ? നമുക്ക് ഒരുമിച്ച് ജനങ്ങളെ അങ്ങ് സേവിക്കണം കേട്ടോ. പിന്നെ അല്ലയോ?